നമുക്ക് താജ്മഹലിൽ കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. അതിപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ടിക്കറ്റ് വീതം വെക്കുകയാണ് എല്ലാവർക്കും. എനിക്കുള്ള വീതം ഞാൻ മേടിക്കുകയാണ്. എനിക്കുള്ള വീതം എൻ്റെ വീതം വാങ്ങി. ഈ സാധനം തിരിച്ച് വരുന്നത് വരെയും കയ്യിലുണ്ടാവണമെന്നാണ് പറഞ്ഞത്. ഇതാണ് അകത്ത് കയറാൻ താജ്മഹലിൻ്റെ അകത്ത് കയറാനുള്ള ബോർഡിങ് നടന്നുകൊണ്ടിരിക്കണം. ഇവിടുന്ന് ബോർഡിങ് പാസ്സായാൽ അകത്ത് കയറാം, അല്ലെങ്കിൽ തിരിച്ചു പോകാം. ഇതൊക്കെ പാസ്സാവോന്ന് എൻ്റെ ഒരു സംശയം. ഷുർബലൊക്കെ ഉണ്ടാവും, അതൊക്കെ പറഞ്ഞതാണ്. നിങ്ങളൊക്കെ പാസ്സാക്കോ ബോർഡിങ്ങിലേ? നിങ്ങൾ നോക്കേ, നിങ്ങളെ പാസ്സാക്കോ? പാസ്സായി, ഓക്കെ. താജ്മഹലിലെ മെയിൻ കവാടം. ഇങ്ങനെ വീഡിയോ എടുക്കാം. അതാണ് നോക്കി നമ്മുടെ സെൽഫി സ്റ്റിക്ക് അവിടെ പിടിച്ചു വെച്ച്. ആദ്യമായിട്ടൊരു സെൽഫി സ്റ്റിക്ക് മേടിച്ചതാണ്, അതവിടെ പിടിച്ചു വെക്കുകയും ചെയ്ത്. ഏതായാലും നമുക്ക് അങ്ങനെ എന്താ സെറ്റപ്പുണ്ടോ? അങ്ങനെ സെറ്റപ്പാണ്. ഒരു വരവ് കൂടി വരേണ്ടി വരും എക്സ്പ്ലോർ ചെയ്യാൻ. ഇതൊരു വരവ. ഇവ താജ്മഹൽ കിടന്ന് കണ്ട മോനെ എല്ലാവരും ഫോണും ബുക്കി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മാത്രം ഞാൻ പൊക്കായിരുന്നാ ശരിയാകണേ. ഇപ്പോഴാണ് കണ്ടത്. ഏതാ കാഴ്ച? ആ കാഴ്ച കാണാനാണ് ഒരു സെറ്റപ്പ് പറഞ്ഞത്. കവാടത്തിൻ്റെ ഉള്ളിലൂടെ താജ്മഹൽ കാണുമ്പോൾ ഒരു ഭംഗി. അതൊരു പ്രത്യേക സെറ്റപ്പ്. വാവ്. അതായത് ആ ബ്രൈറ്റ്നെസ് കൂടി കിടക്കുന്നുണ്ട്, കൂടിയിട്ടില്ല. ഒരു സെറ്റപ്പ് വരും. താജ്മഹൽ ഫോട്ടോത്തിൽ കണ്ട താജ്മഹൽ നേരിട്ട് കണ്ടു. വാവ്, സെറ്റപ്പാണ്. വന്ന് കണ്ട മക്കളെ. കാശില്ലെങ്കിൽ ഉള്ള കാശൊക്കെ ആയിട്ട് പോരും, എന്നിട്ട് വന്ന് കാണും. ഷാജഹാൻ്റെ താജ്മഹൽ കേട്ടെ. ഇവിടുന്ന് ഫോട്ടോ എടുക്കൽ നടപടിയാവാൻ തോന്നുന്നില്ല, പക്ഷേ കൈവേന എടുക്കണം, ഫോണിൽ ചാർജ് വരും. ഈ ലുക്കിൽ തന്നെയാണ് കിടക്കട്ടെ. കുറച്ച് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 20 രൂപ അടുത്ത് കൊടുക്കും. അല്ല 200 രൂപ, 20 രൂപ അല്ല 200. കയറി കാണണോ? അല്ലേ, ഒരാളൊക്കെ അതിറായിൽ പോലെ നിൽക്കുന്ന ഒരാൾ. ഏതാ മീശയുള്ള പക്കാ മീശ. മീശ അടിപൊളി. മീശയിലൊന്നും കാര്യമില്ല. പൊക്കമുള്ളവനും പൊക്കമില്ലാത്തവനും ഒരേപോലെ ഇന്ന് ഫോട്ടോ എടുക്കണം. ഇതൊക്കെ നമ്മൾ നടക്കണ്ട. എന്നിട്ട് വന്നല്ലേ, നമ്പർ നടന്നില്ലെങ്കിൽ മോശമല്ലേ. സംഭവം ഭായിമാരെ കാര്യം പറഞ്ഞു വെറും ബിറ്റാണ്. എല്ലാവരും നിരന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്കിവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഏതായാലും അകത്ത് കയറാൻ പറ്റും നോക്കാം. അതിൻ്റെ അകത്ത് ക്യാമറ എടുക്കാൻ പറ്റില്ലെന്ന് പറയണം, എന്നാലും നമുക്ക് നോക്കാം. ആ സെൽഫി സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പെട്ടുപോയ റബ്ബേ. ഞാനതും കൊണ്ട് അത് അവിടെ കൊണ്ടുവച്ചപ്പോൾ അവർ ലോക്കറിൽ വെക്കണമെന്ന് പറഞ്ഞു. ഞാനത് ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു ബാഗ് ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു സാധനം സെൽഫി സ്റ്റിക്ക് ലോക്കറിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ബാഗിലുണ്ടെങ്കിൽ ലോക്കറിൽ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ ബാഗ് ഇവിടെ കിട്ടും, ബാഗ് പുറത്ത് കിട്ടുള്ളൂ. ഒന്നും പറയണ്ട, അത് പുറത്ത് ആ സാധനം വെച്ച് പുറത്ത് വെക്കാൻ വേണ്ടി അതുകൊണ്ടാണ് പോയതാണ്.
റബ്ബേ തിരിക്കും നിരക്കും പിടിച്ച് അതിൻ്റെ ഇടയിൽ കൂടി തിക്കി നിരങ്ങി തിരിച്ച് രണ്ടാമത് ഈ ടോക്കൺ തന്നെ വെച്ചിട്ട് കയറാനും പറ്റില്ല, വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അത്ര ബേക്കിൽ നിറച്ചും ക്യൂ ആണ്. അപ്പോൾ ബേക്കിന് 2 തട്ടട്ടിട്ട് പറഞ്ഞ ആൾക്കാരെന്നല്ലേ കയറ്റി വിട് അതെന്താ പറഞ്ഞ പോട്ടെ എന്തിനൊക്കെ പറഞ്ഞു കയറിപ്പോന്ന്. ശരിക്കും പറഞ്ഞാൽ കയറിപ്പോന്നു, അതന്നെ കാര്യം. സംഭവം ഇതും ഒരു മഹാ അജബ് തന്നെയാണ് കേട്ടോ. അടുത്തുനിന്ന് കാണുമ്പോഴേ അവിടെ നിന്ന് കണ്ടപ്പോൾ അതിൻ്റെ ആ കവാടത്തിലൂടെ ഇതിങ്ങനെ തിളങ്ങി കണ്ടപ്പോൾ അതൊരു വേറെ വെറൈറ്റി ഒരു ലുക്കായിരുന്നു. പിന്നെ അടുത്തെത്തിയപ്പോൾ യാ റബ്ബ് മാഷാ അല്ലാഹ്, കാണാത്തവരെ കണ്ട് നേരായിട്ട് പെട്ടെന്ന് തന്നെ വന്ന് കണ്ടോട്ടെ.